നമസ്കാരം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ എന്നുള്ള വേർഡിനെ പറ്റിയാണ്. അതിൻ്റെ മീനിങ്ങും അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓവർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ എന്നാണ്. അതായത് കടം എന്നൊക്കെ പറയുവാനും, കടം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനതെന്താണെന്ന് എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ കടം, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ധാർമ്മിക ബാധ്യതകൾ, നമ്മുടെ കടമകൾ, നമ്മുടെ ചുമതലകൾ എന്നിവയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓവിൻ്റെ മൂന്ന് ഫോമുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് V1, V2, V3 ആ ഫോമുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓവ്ഡ് എന്ന് തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് സിമ്പിൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും അതറിയാമെന്ന് വിചാരിക്കുന്നു. ഓവർ എന്നുള്ളത് അതിൻ്റെ ബേസ് ഫോമുമാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. അപ്പോൾ തന്നെ ഓവർ നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ളത് പണമിടപാടുകൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ്. അദ്ദേഹം എനിക്ക് കടം തന്നു, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുവാൻ വേണ്ടിയിട്ടാണ് ഓവർ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓവർ പല ഈ കോൺവെർസേഷനിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്, എന്താണ് ഈ ഓവർ മീൻ ചെയ്യുന്നത് എന്ന്. അതൊന്ന് ക്ലിയർ ആക്കുവാൻ കൂടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഐ ബോറോഡ് 100 rupees ഫ്രം എ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം മേടിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അത് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഹി ലെൻഡ് മീ 100 rupees. അവരെനിക്ക് 100 രൂപ തന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ലെൻഡ് എന്ന് പറയുന്നതും ബോറോവിൻ്റെ അതേ മീനിങ് തന്നെയാണ്. താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ തരുന്നതിനെയാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് 100 രൂപ കടം തന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാനത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് ടു റീപേ ഹിം 100 rupees. ഞാൻ അവന് 100 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുന്നതിന് പകരം ഐ ഹാവ് ടു റീപേ ഹിം 100 rupees എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതിന് പകരം എനിക്കിങ്ങനെ പറയാം, ഐ ഓ 100 rupees ടു ഹിം എന്ന് എനിക്ക് പറയാം. അതായത് എനിക്ക് 100 രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മീൻസ് റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഞാൻ ക്യാഷ് മേടിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കടം എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഓ 100 rupees ടു ഹിം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ 100 രൂപ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ഒറ്റവാക്കി പറഞ്ഞ കടം, അത്രയേ ഉള്ളൂ അതിൻ്റെ ആശയം. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ അപ്പുറത്തിരിക്കുന്നത്. ഐ ഓ 100 rupees. ഐ ഓ ഹിം 100 rupees. അതായത് ഐ ഓ 100 rupees ടു ഹിമ്മിന് പകരം ഐ ഓ ഹിം 100 rupees നമുക്ക് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. രണ്ടിൻ്റെ ആശയം ഞാൻ അദ്ദേഹത്തിന് 100 രൂപ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഓ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റരുത്. പണമിടപാടുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇനി ഓ തെറ്റരുത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഐ ആം ലേറ്റ് വിത്ത് ദ റെൻറ്റ്. അതായത് ഞാൻ എൻ്റെ റൂമിൻ്റെ വാടക അടയ്ക്കാൻ ലേറ്റായി. ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ വാടക അടയ്ക്കാൻ ലേറ്റായി. അതാണ് അവിടെ ഇരിക്കുന്നത്. ഐ ആം ലേറ്റ് വിത്ത് ദ റെൻറ്റ്. അപ്പോൾ ഞാൻ ലേറ്റായി. അപ്പോൾ ഞാൻ എന്തായി? ഞാൻ കടത്തിലായി. അതായത് ഞാൻ എൻ്റെ ഓണർക്ക് പൈസ കൊടുക്കാൻ കടത്തിലായി. അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ ലേറ്റായി. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഐ ഓ 10,000 rupees ടു ദ ലാൻഡ് ലോർഡ്. അതായത് എൻ്റെ ഓണർക്ക്, എൻ്റെ വീടിൻ്റെ ഉടമസ്ഥന് ഞാൻ 10,000 രൂപ പേ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മീൻസ് കടം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഓ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റരുത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഓ മൈ ഫ്രണ്ട് 200 rupees ഫോർ ദ മൂവി ടിക്കറ്റ്. അതായത് മൂവി ടിക്കറ്റിന്, അതായത് എൻ്റെ സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം മൂവിക്ക് പോയപ്പം എനിക്ക് പകരം, അതായത് എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഓ മൈ ഫ്രണ്ട് 200 rupees ഫോർ ദ മൂവി ടിക്കറ്റ്. അതായത് മൂവി ടിക്കറ്റിന് ഞാൻ എൻ്റെ സുഹൃത്തിന് 200 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഓവിൻ്റെ ആശയം പിടികിട്ടിനെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ സെൻറ്റൻസ് 2-3 എടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദേ ഓ മീ 100 rupees ഫോർ ദ കോഫി ഐ ബോട്ട് ദം. അതായത് ഒരാൾ അവരുടെ സുഹൃത്തുക്കളെ നോക്കി പറയുകയാണ്, ദേ ഓ മീ 100 rupees ഫോർ ദ കോഫി ഐ ബോട്ട് ദം. അതായത് അവർക്ക് ഞാൻ കാപ്പ് കുടിച്ചതിന് അവരെനിക്ക് 100 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് അവരെനിക്ക് 100 രൂപ തരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഓവിൻ്റെ ആശയം നിങ്ങൾ ഇങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ മലയാളത്തിൽ എങ്ങനെ പറയുന്നു അങ്ങനെ എടുക്കുക. കടവെന്നുള്ള ഒറ്റ വേർഡിലെടുത്ത് നമുക്ക് പെട്ടെന്ന് വെടികെട്ടത്തില്ല. മലയാളത്തിലെ ഒറ്റ വേർഡ് കടവെന്നാണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു മലയാള ആശയത്തിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ എടുക്കുക. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ മൈ ഫ്രണ്ട് 100 rupees ഫോർ ദ ലഞ്ച് വി ഹാഡ് യെസ്റ്റർഡേ. ഇതും അതേ സെൻറ്റൻസ് തന്നെയാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം ലഞ്ച് മേടിച്ച് തന്നു. അപ്പോൾ അതിന് 100 രൂപ ആയിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആ 100 രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഓ മൈ ഫ്രണ്ട് 100 rupees ഫോർ ദ ലഞ്ച് വി ഹാഡ് യെസ്റ്റർഡേ. അതായത് ഇന്നലെ ലഞ്ച് കഴിച്ചതിന് എൻ്റെ സുഹൃത്തിന് 100 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്.
പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. വി സ്റ്റിൽ ഓവ് 2 lakh rupees ഓൺ അവർ കാർ. അതായത് ഞങ്ങൾ മേടിച്ച കാറിന് ഇപ്പോഴും 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനായിട്ടുണ്ട്. 5 ലക്ഷം രൂപ ലോൺ എടുത്താണ്, പക്ഷേ ഇപ്പോഴും 2 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വി സ്റ്റിൽ ഓവ് 2 lakh rupees ഓൺ അവർ കാർ. ഞങ്ങളുടെ കാറിന് ഇനിയും 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്, ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. യു സ്റ്റിൽ ഓവ് മീ 2000 rupees. അതായത് നീ ഇപ്പോഴും എനിക്ക് 2000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നോക്കി പറയുന്ന ഒരു സെൻറ്റൻസാണ്, കോൺവെർസേഷൻ സെൻറ്റൻസാണ്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഡോണ്ട് ഫോർഗെറ്റ് യു ഓ മീ 2000 rupees. ഇതെല്ലാം കോൺവെർസേഷൻ സെൻറ്റൻസാണ്. യു ഡോണ്ട് ഫോർഗെറ്റ്, നീ മറക്കരുത്, യു ഓ മീ 2000 rupees. നീ എനിക്ക് 2000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഓവ് യു 500 rupees. ഞാൻ നിനക്ക് 500 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹൗ മച്ച് ഡു വി ഓവ് ദ ബാങ്ക്. നമ്മൾ എത്ര രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ മച്ച് ഡു ഐ ഓ യു. ഞാൻ നിനക്ക് എത്ര രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡു യു ഓവ് എനി മണി. നിങ്ങൾക്ക് എന്തെങ്കിലും കടമുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. നെക്സ്റ്റ്, എക്സാക്ട്ലി ഹൗ മച്ച് ഡു വി ഓവ്. എക്സാക്ട്ലി നമുക്ക് എത്ര രൂപ തിരിച്ചടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ കടമുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ വിൽ റീപേ ദ മണി ഐ ഓവ് ദം നെക്സ്റ്റ് വീക്ക്. അതായത് ഞാൻ അവരുടെ നിന്ന് മേടിച്ച ക്യാഷ് മണി അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ വിൽ റീപേ ദ മണി ഐ ഓവ് ദം നെക്സ്റ്റ് വീക്ക്. അതായത് അടുത്ത ആഴ്ച, അതായത് അവരുടെ നിന്ന് ഞാൻ മേടിച്ച പൈസ അടുത്ത ആഴ്ച തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ക്ലെയിംസ് ദ ഫേം ഓവ്സ് ഹിം മണി. അതായത് ഒരു സെൻറ്റൻസാണ്, കോൺവെർസേഷൻ സെൻറ്റൻസാണ്. ഹീ ക്ലെയിംസ്, അവൻ അവകാശപ്പെട്ടു, ദ ഫേം ഓഫ് ഹിംസ് മണി. അതായത് സ്ഥാപനം അല്ലെങ്കിൽ കമ്പനി അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു, ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഓവിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നതിന് കോൺവെർസേഷന് തെറ്റരുത്, പണം തിരിച്ചടയ്ക്കാനുണ്ട്, കടം എന്നിങ്ങനെയൊക്കെ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നിങ്ങൾ ആശയം മനസ്സിലാക്കുമോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. പണം തിരിച്ചടയ്ക്കാനുണ്ട്, റീപേ ചെയ്യാനുണ്ട് എന്നൊരാശയത്തിൽ നിങ്ങൾ ഓവിനെ എടുക്കുമോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടികിട്ടും. കടം എന്നുള്ള ഒരു മലയാളത്തിലെ ഒറ്റ വേർഡ് കാരണമാണ് നമ്മൾ ഈ വേർഡിൽ കൺഫ്യൂസ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഓവിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്തെന്ന് വെച്ചാൽ മോറൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്നിവയൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ധാർമ്മിക ബാധ്യതകളൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം, 2 സെൻറ്റൻസ് നോക്കാം. ഐ തിങ്ക് യു ഓ മീ ആൻ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല. അദ്ദേഹം എന്നോട് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അതനുസരിച്ചില്ല. ഞാൻ വേറൊരു രീതിയിൽ ഞാനത് ചെയ്തു, പിന്നീട് അത് പ്രശ്നമായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുകയാണ്, ഐ തിങ്ക് യു ഓ മീ ആൻ എക്സ്പ്ലനേഷൻ. അതായത് നീ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് യു ഷുഡ് ഗീവ് മീക്ക് പകരം അവിടെ ഓവ് ചേർത്തിരിക്കുകയാണ്. ഓവ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മര്യാദയുടെ സൗണ്ട് വരും. നമ്മൾ ചോദിക്കുന്നത് കുറച്ചുകൂടെ പൊളൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഓവ് ചേർത്തിരിക്കുന്നത്. നേറ്റീവ് സ്പീക്കേഴ്സും ഓവ് ചേർത്ത് സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇതെൻ്റെ സുഹൃത്തുന്നല്ല, നിങ്ങളുടെ ഓഫീസ് സ്ഥലത്തൊക്കെ നമ്മുടെ മാനേജറും സൂപ്പർവൈസറൊക്കെ ഇതേപോലെ നമ്മളോട് സംസാരിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഐ തിങ്ക് യു ഓ മീ ആൻ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോളജി എന്നും പറയാം, സ്ലാഷ് ഇട്ട് എഴുതിയിരിക്കുന്നുള്ളൂ. ആ 2 രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. നീ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഓവിൻ്റെ എക്സാക്റ്റ് മീനിങ് അവിടെ എന്തെന്ന് വെച്ചാൽ മലയാളത്തിൽ നീ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സാക്റ്റ് മലയാളത്തിൻ്റെ ആശയം നിങ്ങളോട് പറയാത്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലൊന്ന് കരുതി വെക്കുമോ അങ്ങനെയാണത് പറയുന്നത് എന്ന്. കാരണം അത് കുറച്ചുകൂടെ പൊളൈറ്റാവും, കുറച്ചുകൂടെ മര്യാദയാവും. കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ അദ്ദേഹം സോറി പറയാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവും. അപ്പോൾ ആ ഒരു ആശയമാണ് അവിടെ കൊടുക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ യു ആൻ അപ്പോളജി. ഐ അഫ്രൈഡ് ഐ ഫോർഗോട്ട് ടു സെൻഡ് അമൻഡ ദാറ്റ് റിപ്പോർട്ട്. അതായത് ഇതും ഓഫീസ് ടോക്കാണ്, കൊളീഗ്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരാൾ
അമ്മൻ്റെക്ക് റിപ്പോർട്ട് അയക്കാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഐ ഓ യു ആൻ അപ്പോളജി. എനിക്ക് താങ്കളോട് മാപ്പ് പറയേണ്ട ബാധ്യതയുണ്ട്, കടമയുണ്ട്. ഐ ആം അഫ്രൈഡ് ഐ ഫോർഗോട്ട് ടു സെൻഡ് അമൻഡ ദാറ്റ് റിപ്പോർട്ട്. അമൻഡയ്ക്ക് ഞാൻ ആ റിപ്പോർട്ട് അയക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ മാപ്പ് പറയുക, അതായത് ഞാൻ നിനക്ക് മാപ്പ് പറയാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സെൻറ്റൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ ആം അഫ്രൈഡ് എന്നുള്ളത്, ആ സെൻറ്റൻസിൽ ഐ ആം അഫ്രൈഡ് എന്നുള്ളത് ഒരു എക്സ്പ്രഷനാണ്. നമ്മുടെ ടെൻഷനെ, നമ്മുടെ പേടിയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ യു, ഇതേ സെൻറ്റൻസ് തന്നെയാണ്. ഐ ഓ യു ആൻ അപ്പോളജി ഫോർ നോട്ട് ബീയിങ് ദെയർ ടു ഹെൽപ്പ് യു മൂവ്. ഐ റിയലി സോറി ഫോർ ലെറ്റിംഗ് യു ഡൗൺ. അതായത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഒരു വാക്ക് കൊടുത്തിരുന്നു. അതായത് അദ്ദേഹം താമസം മാറാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം താമസം മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ സഹായിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഐ ഓ യു ആൻ അപ്പോളജി. അതായത് എനിക്ക് താങ്കളോട് ഒരു മാപ്പ് പറയേണ്ട ഒരു കടമയുണ്ട്, ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഫോർ നോട്ട് ബീയിങ് ദെയർ ടു ഹെൽപ്പ് യു മൂവ്. അതായത് നിന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിന്നെ സഹായിക്കാത്തതിന് എനിക്ക് നിന്നോട് മാപ്പ് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്, കടമയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ എം റിയലി സോറി ഫോർ ലെറ്റിംഗ് യു ഡൗൺ. ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിന് സോറി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടെ പൊളൈറ്റായിട്ട്, കുറച്ചുകൂടെ മര്യാദയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ യു എ ഡ്രിങ്ക് ഫോർ ഹെൽപ്പിംഗ് മീ മൂവ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചെന്ന് വിചാരിക്കുക, അദ്ദേഹത്തെ ഞാൻ സഹായിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സഹായിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചെന്നോട് ഇങ്ങനെ പറയുവാൻ ചാൻസ് ഉണ്ട്, ഐ ഓ യു എ ഡ്രിങ്ക് ഫോർ ഹെൽപ്പിംഗ് മീ മൂവ്. അതായത് എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചതിന് ഐ ഓ യു എ ഡ്രിങ്ക്. അതായത് ഞാൻ നിനക്കൊരു പാർട്ടിക്ക് കടമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ഞാൻ നിനക്കൊരു പാർട്ടി തരേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഡ്രിങ്ക് പാർട്ടി തരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ ആശയം പിടികിട്ടി വിചാരിക്കുന്നു. ഐ ഓ യു എ ഡ്രിങ്ക്, എനിക്കൊരു പാർട്ടി തരേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. എന്തിനാണ്? ഹെൽപ്പ് ചെയ്തതിന്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. യു ഓ മീ എ ഫേവർ. അതായത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപകാരം ചെയ്യേണ്ട കടമയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയാറില്ലേ, നമ്മൾ എന്തെങ്കിലും സഹായം നമ്മുടെ സുഹൃത്തിനോട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് പറയാറുണ്ടല്ലോ, യു ഓ മീ എ ഫേവർ. നീ എനിക്കൊരു ഉപകാരം തിരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കടമ ചെയ്യേണ്ടതുണ്ട്, ആ ഒരു ഉപകാരം ചെയ്യേണ്ട കടമയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. ആ ഒരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. യു ഓ ഹിം ആൻ അപ്പോളജി. നീ അവനോട് മാപ്പ് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്, അല്ലെങ്കിൽ നീ അവനോട് മാപ്പ് പറയേണ്ട കടമയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺവെർസേഷൻ സെൻറ്റൻസാണ്, നമ്മൾ സുഹൃത്തുക്കളോടും ഓഫീസിലുമൊക്കെ നമ്മൾ സംസാരിക്കാറുള്ള സെൻറ്റൻസാണ്. ഇനി കുറച്ച് വ്യത്യസ്തമായ സെൻറ്റൻസുകൾ നോക്കാം. ഓവിൻ്റെ മോറൽ ഒബ്ലിഗേഷൻ തന്നെയാണ്. അതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഈ സാഹചര്യങ്ങളിലൊക്കെ. നമുക്ക് നോക്കാം. ഐ ഓ എവരിത്തിങ് ടു മൈ പേരൻസ്. അതായത് അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, എല്ലാത്തിനും ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, പേരൻസിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇതിൻ്റെ ഒരു ആശയം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പേരൻസ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൽ ഒരുപാട് സഹായിച്ചു, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്, ഐ ഓ എവരിത്തിങ് ടു മൈ പേരൻസ്. എല്ലാ രീതിയിലും ഞാൻ മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഓർത്ത് വെച്ചിരിക്കുക. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ ഇരിക്കുന്നത്. ഐ ഓ എ ലോട്ട് ടു മൈ പേരൻസ് ഹു ഓൾവേസ് സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ് മീ. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തതിനും എൻകറേജ് ചെയ്തതിനും ഐ ഓ എ ലോട്ട് മൈ പേരൻസ്. അതായത് ഞാൻ എൻ്റെ പേരൻസിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ എവരിത്തിങ് ടു ഹിം. ഞാൻ അദ്ദേഹത്തോട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ മറന്നു പോകാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഐ ഓ എവരിത്തിങ് ടു ഹിം. ഞാൻ അദ്ദേഹത്തോട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ മൈ സക്സസ് ടു മൈ ടീച്ചേഴ്സ്. ഇതൊരു സ്റ്റുഡൻറ്റ് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൽ അദ്ദേഹം ടീച്ചറിനോട് നന്ദി അറിയിക്കുന്നതാണ്, ടീച്ചേഴ്സിനോട് നന്ദി അറിയിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് ഐ ഓ മൈ സക്സസ് ടു ടീച്ചേഴ്സ്. അതായത് എൻ്റെ വിജയത്തിന് എൻ്റെ ടീച്ചർമാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓവ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. പണമിടപാടുകൾ മാത്രമല്ല, ഇങ്ങനെ മോറൽ ഒബ്ലിഗേഷൻസ് ഒക്കെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഓ മൈ സക്സസ് ടു യു. എൻ്റെ വിജയത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഐ ഓ മൈ സക്സസ് ടു യു. എൻ്റെ വിജയത്തിന് ഞാൻ നിങ്ങളോട്
കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. മലയാളത്തിൽ നമുക്ക് ആ ഒരൊറ്റ വേടേ ഉള്ളൂ. അതായത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്, നമ്മുടെ നന്ദി ഒരാളോട് അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആരോടാണോ പറയുന്നത് അദ്ദേഹത്തെ ജീവിതത്തിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ് ഐ ഓ മൈ സക്സസ് ടു യു, അതായത് എൻ്റെ വിജയത്തിന് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓ വിത്ത് യു ദാറ്റ് ഐ ആം സ്റ്റിൽ അലൈവ്, അതായത് ഒരാളുടെ ജീവൻ രക്ഷിച്ചതിന് ഒരാളോട് നന്ദി പറയുകയാണ്. ഐ ഓ വിത്ത് യു ദാറ്റ് ഐ ആം സ്റ്റിൽ അലൈവ്, അതായത് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അവിടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെൻറ്റൻസുകളിൽ കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഓവ് കൊടുത്തിരിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നൊരാശയമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ബേസിക്കലി ഒബ്ലിഗേഷൻ തന്നെയാണ്, പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, അതായത് നമ്മുടെ ചുമതലയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. 2-3 സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിനോട്ട് നോക്കാം. ഐ ഓവർ ടു ഹെർ ടു ഗീവ് ഹെർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ ഒരു സന്ദർഭം പറയാം, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അതായത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ നേരത്തെ ഒരുപാട് സഹായിച്ചിരുന്നു. ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം എൻ്റെ കമ്പനിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നൊരു സെൻറ്റൻസാണ് ഐ ഓവർ ടു ഹെർ ടു ഗീവ് ഹെർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ, ഈ ഒരു അവസരം അവർക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ ഉത്തരവാദിത്തമാണ്, അതിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ ഓവ് കൊടുത്തിരിക്കുന്ന ആശയം എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ബാധ്യതയാണ് എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓവ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഓവ് ഇറ്റ് ടു മൈ ടീം ടു ഗീവ് മൈ ബെസ്റ്റ് പെർഫോം ഇൻ ദ അപ്കമിങ് പ്രസൻറ്റേഷൻ. അതായത് കൊളീഗ്സ് തമ്മിലുള്ള ഒരു സംസാരമാണ്. അടുത്ത വരുന്ന പ്രസൻറ്റേഷനിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ, എൻ്റെ ടീമിന് നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓവ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നിങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കാറുണ്ട്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഇതേ ആശയമുള്ള സെൻറ്റൻസാണ്. വി ഓ അവർ പെറ്റ്സ് പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ എവരി ഡേ. അതായത് എല്ലാ ദിവസവും നമ്മുടെ പെറ്റ്സിന് വെച്ചാൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് പ്രോപ്പർ കെയറും അറ്റൻഷനും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ നോക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത്തെ പോയിൻ്റാണ് മെയിൻ. പണമിടപാടുകൾ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഞാൻ ഒരു എക്സ്പ്രഷൻ പറയാൻ പോവുകയാണ്. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഐ ഒ വി യു വൺ. മിക്കപ്പോഴും ഫിലിംസിലും സീരിയൽസിലും കേൾക്കാറുള്ളതാണ് ഐ ഒ വി യു വൺ എന്നുള്ളത്. അതായത് നമുക്കൊരാൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമ്മൾ തിരിച്ചും അയാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയത്തില്ലേ. അതായത് വെറും ഹെൽപ്പല്ല, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന നല്ല ഹെൽപ്പുകൾ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് പറയാറുണ്ട്, ഭാവിയിൽ ഞാൻ താങ്കളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മൾ പറയാറില്ലേ. ആ ഒരു എക്സ്പ്രഷനാണ് ഐ ഒ വി യു വൺ എന്നുള്ളത്. അതായത് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ആശയം. പക്ഷേ അതിന് ഇങ്ങനൊരു ആശയമുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു പകരം പകരം എന്ന് വെച്ചാൽ തിരിച്ച് അതിനൊരു ഉപകാരം തിരിച്ചും ഞാൻ ചെയ്യും എന്നൊരാശയമാണ് ഐ ഒ വി യു വണ്ണിനുള്ളത്. കോൺവെർസേഷനിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. ആ ഒരു സെൻറ്റൻസ് ഞാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് വിൽ ഐ ഒ വി യു വൺ. എന്നെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി, ഐ ഒ വി യു വൺ. ഞാൻ തിരിച്ചും താങ്കൾക്ക് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മീൻസ് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പക്ഷേ ഐ ഒ വി യു വൺ എന്ന് പറയുമ്പോൾ ഞാൻ തിങ്ങൾക്കും തിരിച്ചും ഞാൻ അതേപോലെ തിരിച്ച് ചെയ്യും എന്ന് പറഞ്ഞൊരു ആശയമാണ് അതിന് ഉള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മീൻസ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്, നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്ര ആശയങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓവനെപ്പറ്റി ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പണമിടപാടുകൾ സംബന്ധിച്ചുള്ള ആ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഇനി ഞാനൊരു സെൻറ്റൻസ് വായിക്കാം. ഹി ഓൺസ് 3 houses ഇൻ ഫ്ലോറിഡ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓൺ ചേർത്ത് ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഓണാണ്, OWN ആണ്. ഈ ഓണ് നമ്മുടെ ഓവുമായിട്ട് നമ്മൾ തെറ്റിപ്പോകരുത്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഓണിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, ഈ സെൻറ്റൻസിലെ ആശയം എന്തെന്ന് വെച്ചാൽ, ഹി ഓൺസ് 3 houses ഇൻ ഫ്ലോറിഡ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫ്ലോറിഡയിൽ 3 വീടുകളുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. അതായത് 3 ഹൗസുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്.
ഉണ്ടെന്നാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഈ ഒരു ഓണും നമ്മുടെ ഓവുമായിട്ട് തെറ്റിപ്പോകരുത്. ഈ ഓണിന് ഇത് മാത്രമല്ല മീനിങ്, ഒരുപാട് മീനിങ്ങും ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.